അച്ചാറിന്റെ റെസിപ്പി തരാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത്തവണയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പുതിയ സ്ഥലത്തോട്ട് മാറിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വിശേഷമാണ് ഷൈബക് സനീറിന് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു എന്നുള്ളത്. അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് ഭയങ്കര ആവേശത്തിലായിരുന്നു പുള്ളി. അവനിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 2-3 ദിവസമൊക്കെ ആയി. അന്നത്തെ ആവേശമൊന്നും ഇപ്പൊ കക്ഷിക്കില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ വേറൊരു വിശേഷമാണ് അങ്ങ് സൗദിയിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഗസ്റ്റ്. വേറെ ആരുമല്ല, എന്റെ ഉപ്പാന്റെ സിസ്റ്ററിന്റെ മകളും 2 കുട്ടികളും. യുദ്ധവും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് സൗദിയിൽ നിന്ന് സ്ട്രെയിറ്റ് നാട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ഒമാനിലേക്ക് ചാടിയിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നത്. കഷ്ടിച്ച് ഒരു 5 ദിവസം അവരിവിടെ ഉണ്ടായി. നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് കാണിച്ചു കൊടുക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് അവരെ കൂട്ടി മെയിൻ ആയിട്ട് പോയിരുന്നത് ഈ കാണുന്ന സഫാരി വേൾഡ് ആണ്. മാളിലും പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും സൂയിലേക്ക് വന്നതാണ് ഞാൻ മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളോടൊപ്പം നിങ്ങളും കണ്ടോട്ടെ എന്ന് കരുതി. അല്ലാതെ കോണ്ടന്റ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ടൊന്നല്ല കേട്ടോ. ഇനി നമുക്ക് സൂയിലേക്ക് വരാം. സൂവിന്റെ എൻട്രൻസിൽ തന്നെ ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ ഡിസൈൻസ് ഒക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ. കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒമാനിലെ ലാർജസ്റ്റ് സൂ ആണ് ഈ കാണുന്ന സഫാരി വേൾഡ്. കറന്റ്ലി 1,20,000 സ്ക്വയർ മീറ്ററിലാണ് ഈ സൂ ഉള്ളത്. ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ബിഗ് പ്രോജക്ട്. അറൌണ്ട് 10 ഇയേഴ്സ് എടുത്തിട്ടാണ് ഇവർ ഈ ഒരു സൂയുടെ പണി തീർത്തത്. സ്റ്റിൽ ഇപ്പോഴും ചില ഏരിയയിൽ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 2024 ഒരു ഏപ്രിൽ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഈദ് ടൈം ആയിരുന്നു ഈ ഒരു സൂ പബ്ലിക്കിലേക്ക് ഓപ്പൺ ആയത്. നമ്മൾ പോയത് ഏകദേശം ഒരു ഉച്ചര ആ ഒരു സമയത്താണ്. അതുകൊണ്ട് ഒരുവിധം ആനിമൽസ് ഒക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവനെ കണ്ടാ പറയോ ഒരു നാൾ ഇൻസ്റ്റഗ്രാം അടക്കി ഭരിച്ചവനാണ് ഇവനെന്ന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ട ഒരുവിധം ആനിമൽസ് ഒക്കെ ആകെ വിഷാദത്തിലും നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു. സൂവിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോളേഴ്സ്, വീൽ ചെയർ, അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ഒരു അഫോർഡബിൾ പ്രൈസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ട്രൂലി ഹെൽപ്ഫുൾ. കാരണം ആംബിഷനെയും കൊണ്ട് ഇത്രയും ദൂരം നടക്കാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു സ്ട്രോളർ എടുത്തിരുന്നു. തലേ ദിവസം വാഴാറ്റു കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഈ കുരങ്ങന്മാരുടെ തല്ലുകൂടൽ കണ്ടപ്പോൾ വാഴാറ്റുവിലെ സിബ്ലിങ്സ് ബോണ്ടിങ് എഫക്റ്റ് ഇല്ലേ, അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കുട്ടികളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനും പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു സൂ. വൈകുന്നേരം 4 മണി 4:30 ആ ഒരു സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മിക്ക ആനിമൽസും നല്ല ആക്റ്റീവ് ആയിരിക്കും എന്നാണ് ഇവിടെയുള്ള ഗാർഡ്സ് ഒക്കെ പറഞ്ഞത്. അതാണത്രേ അവരുടെ ഫുഡ് ടൈം. അങ്ങനെ നടന്ന് തളർന്നപ്പോ മുന്നിലുണ്ടായ ഒരു കഫ്റ്റീരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ആയി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഒന്ന് എനർജി ആയതിനു ശേഷം പിന്നീട് നടത്താൻ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ മതിമറന്നുറങ്ങുന്ന ഒരു സിംഹത്തെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സൂവിൽ ഉണ്ടായ അവസാനത്തെ ആനിമലാണ് ഈ കാണുന്ന ചീറ്റപ്പുലി. അവനെയും കണ്ട് ബൈ ബൈയും പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇവിടെ കുട്ടി സിംഹത്തിന്റെയും പാമ്പിന്റെയും ഒക്കെ കൂടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിന് ചെറിയൊരു ചാർജും അവർ ഈടാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് എവിടെ പോയി എന്ന് കാണണ്ടേ? ഇതിലല്ല, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.